ജർമ്മനിയിൽ എങ്ങനെയാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞു തരട്ടെ ഞാൻ. ജർമ്മനി മൊത്തത്തിൽ ഇങ്ങനെയാണോ ആഘോഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പഴയ രീതികളിൽ തന്നെ ഇപ്പോഴും തുടരുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവില്ലേ, അവരുടെ കൂട്ടത്തിൽ എങ്ങനെ ആഘോഷിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഈസ്റ്റർ ദിവസം രാവിലെ നേരത്തെ എണീച്ച് തമ്മിൽ ആരോടും ഒന്നും സംസാരിക്കാതെ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളം കുടിച്ചിട്ടാണ് ഇവരിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേട്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. രാവിലെ നേരത്തെ എണീച്ചാലും കുഴപ്പമില്ല, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാലോ. അങ്ങനെ രാവിലെ നേരത്തെ എണീച്ച് ആരോടും ഒന്നും സംസാരിക്കാതെ ഞങ്ങളും പോയി ഇവരുടെ കൂടെ. ശരിക്കും പറഞ്ഞ ഉറവ തേടിയുള്ള യാത്രയാ. അടുത്തൊന്നും ഉറവയില്ലാത്തതുകൊണ്ട് കുറേ ദൂരം നടന്നൊരു കാട്ടിലോട്ടാണ് പോകുന്നത്. ഒരു കൊക്ക പോലേക്കുള്ളൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറങ്ങാൻ ഭയങ്കര പാടാണെങ്കിലും കഷ്ടപ്പെട്ട് ഇറങ്ങി ഉറവയൊക്കെ അങ്ങനെ കണ്ടുപിടിച്ചു. ഉറവയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള കപ്പും ഗ്ലാസ്സൊക്കെ എടുത്ത് അതിലൊക്കെ വെള്ളം പിടിക്കാൻ തുടങ്ങി. ഇവർക്ക് നമ്മളെ പോലെ ഈ കയ്യിലൊന്നും കുടിച്ച് ശീലമില്ലല്ലോ. വെള്ളത്തിന് ഒടുക്കത്തെ തണുപ്പായിരുന്നു കേട്ടോ. ഒന്നാമത് രാവിലെയും കൂടെ ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ കൂടി നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് മുഖമൊന്നും കഴുകാൻ നിന്നില്ല, കുടിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഇവരിതിനെ പറയുന്നത് ഈസ്റ്റർ വെള്ളം കുടിക്കുക എന്നാണ് കേട്ടോ. ഇവരിവിടെ നിന്ന് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് ഒരു പാത്രം വെള്ളം എടുത്തുകൊണ്ട് പോയി അന്നത്തെ ദിവസം ചായയും ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ കുറച്ച് ഒഴിച്ചൊക്കെ വെക്കും കേട്ടോ. ഇവരുടെ ഒരു വിശ്വാസപ്രകാരം ഇതിനെ ഇങ്ങനെ ഈസ്റ്റർ ദിവസം രാവിലെ എണീച്ച് ഇങ്ങനെ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വർഷം മൊത്തം നമുക്ക് നല്ല പോസിറ്റീവ് ആയിരിക്കുന്നു, അങ്ങനെ ഒരു പുതിയ തുടക്കം എന്നൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ഈ വെള്ളം കുടിച്ചതിന് ശേഷം മാത്രമേ തമ്മിൽ സംസാരിക്കാൻ പാടുള്ളൂ എന്നാണ്. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പള്ളിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പള്ളിയിലും കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നതും, അതും ജർമ്മനിയിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ആഘോഷിക്കാൻ പോകുന്നത്.